അങ്ങനെ ലിവർപൂൾ 64 പോയിന്റ്സുമായിട്ട് 11 പോയിന്റ് ഡിഫറൻസ് വിത്ത് ആർസണലുമായിട്ട് ടേബിൾ ടോപ്പ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വാട്ട് എ ടീം, വാട്ട് എ കോച്ച്, വാട്ട് എ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ദേ ഹാവ്. ഓഫ് കോഴ്സ് ആർസണൽ ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്, അത് നോട്ടിംഗം ഫോറസ്റ്റുമായിട്ടാണ്. നോട്ടിംഗം ഫോറസ്റ്റ് ഇന്നത്തെ കളി ന്യൂകാസിലുമായിട്ട് തോക്കിയായിരുന്നു. ആ മാച്ചിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കളിയിൽ ഹീറോ എന്ന് പറയുന്നത് സാല തന്നെയാണ്. ഓഫ് കോഴ്സ് ഹി സ്കോർഡ് 1 goal, ഹി അസിസ്റ്റഡ് 1 goal. സാലയുടെ സ്റ്റാറ്റ് നമുക്ക് കാണാം, 25 ഗോള്, അതുപോലെ തന്നെ അസിസ്റ്റും 16 അസിസ്റ്റ്. വാട്ട് എ ബ്രില്യൻ പ്ലെയർ ഹീസ്, വാട്ട് എ കൺസിസ്റ്റന്റ് പ്ലെയർ ഹീസ്. ഈ സീസണിൽ തുടക്കം തൊട്ട് ഇന്ന് വരേക്കുള്ള ഗെയിമിൽ ഇത്രയും കൺസിസ്റ്റന്റ് ഒരു പ്രീമിയർ ലീഗ് പ്ലെയറിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ലൊരു കൺസിസ്റ്റന്റ് പ്ലെയർ ആണ്. ഇത് പറയുമ്പോൾ പോലും എനിക്ക് ആക്ച്വലി ക്രെഡിറ്റ് കൊടുക്കാൻ തോന്നുന്ന ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർനെ സ്ലോട്ടിനാണ്. കാരണം വാട്ട് എ ബ്രില്യൻ ജോബ് ഹി ഹാസ് ഡൺ. ഇറ്റ്സ് ദ ടേക്ക് ഓവർ ഫ്രം ക്ലോപ്പ് ടു ആർനെ ലിവർപൂൾ ഫാൻസ് ഒന്നും ഫീൽ ചെയ്യുന്നേ ഇല്ല. വളരെ സ്മൂത്ത് ട്രാൻസിഷൻ അല്ലേ, ഡ്രീം ട്രാൻസിഷൻ വളരെ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു അണ്ടർ റേറ്റഡ് അച്ചീവ്മെൻറ്റ് സോ ഫാർ ഹി ഹാസ് ഡൺ. ഓക്കെ, നമ്മളെല്ലാവരും ഇപ്പോൾ പറയുമായിരിക്കും അതിനൊന്നും ജയിച്ചിട്ടില്ലല്ലോ ബട്ട് ഹീ ഈസ് ഓൾറെഡി ഇൻ കാരബോ കപ്പ് ഫൈനൽ ആൻഡ് ഹീ ഈസ് ലീഡിങ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആൻഡ് ഹീ ഈസ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ടേബിൾ ടോപ്പറായിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ ഓഫ് കോഴ്സ് FA കപ്പിൽ നിന്ന് ഔട്ടായി, അത് വേറൊരു കഥ. പക്ഷെ എന്നാൽ പോലും ഈ 3 കോമ്പറ്റീഷനിലും ഹീ ഈസ് ലീഡിങ് ദ ടീം ടു ബി നമ്പർ 1. സോ ഡെഫിനറ്റ്ലി ഈവൻ ഇഫ് ഹി വിൻസ് പ്രീമിയർ ലീഗ്, ജസ്റ്റ് പ്രീമിയർ ലീഗ്, ബാക്കി 2 പോയാലും ശരി, ഹി ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ് വിത്ത് ദിസ് ടീം. ഈ സാലയുടെ പെർഫോമൻസിനെ പറ്റി പറയുമ്പം ഒരു കാര്യത്തിൽ ലിവർപൂൾ ഫാൻസ് ഇച്ചിരി വറി ആവേണ്ടിയിരിക്കുന്നു. കാരണം ഹീ ഈസ് പ്ലേയിങ് ലൈക്ക് ഇതെൻ്റെ മിക്കവാറും ലാസ്റ്റ് സീസണാണ്, സോ ഐ എം ഗോയിങ് ടു ഫിനിഷ് ഇറ്റ് ഓഫ് അറ്റ് ദ ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് സാല കളിക്കുന്നത്. കാരണം റൂമേഴ്സ് ഉണ്ട് അൽ ഹിലാലിലേക്ക് അടുത്ത സീസണിൽ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. സോ ഓരോ മാച്ചിലെ കളി കാണുമ്പോൾ ഇറ്റ് മേക്സ് മീ ഫീൽ that സാലയുടെ ലാസ്റ്റ് സീസൺ ആണോ ലിവർപൂളിന് വേണ്ടി എന്ന് തോന്നിപ്പോകുന്നു. അതുപോലെ എ മാൻ വിത്ത് എ മിഷൻ എന്നുള്ള ഒരു രീതിയിലത്തെ മാച്ചാണ് ഓരോ കളിയും മുഹമ്മദ് സാല കളിക്കുന്നത്. സോ ദ ഗെയിം ഗെയിമിനെ പറ്റി പറയുന്നതിന് മുമ്പ് സോറി ഇത്രയും സമയം എടുത്ത് ഗെയിമിനെ പറ്റി പറയാതെ, ഗെയിം ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇറ്റ് വാസ് ഡൺ. ഫസ്റ്റ് ഹാഫിൽ പൊസഷൻ, ഷോട്ട് എല്ലാം മാൻ സിറ്റി ആയിരുന്നു മുന്നിലെങ്കിലും ലിവർപൂളിന് ടോട്ടൽ ഷോട്ട് 3 ഉള്ളായിരുന്നു. പക്ഷേ അതിൽ 2 ഓൺ ടാർഗറ്റ് ആയിരുന്നു. അത് 2 ലിവർപൂള് ദേ മെയ്ഡ് ഷുവർ ദാറ്റ് ഇറ്റ് വാസ് ബാക്ക് ഓഫ് ദ നെറ്റ്. ക്ലിനിക്കൽ, ഒരു വേർഡ് പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ. ദേ ഡിഡ് നോട്ട് മേക്ക് എ മെസ് ഔട്ട് ഓഫ് ഇറ്റ്. അതേസമയം മാൻ സിറ്റി ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തെങ്കിലും it never had the edge. അത് തന്നെ പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫ് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ബീയിങ് പ്രൊഫഷണൽ ആൻഡ് ഫിനിഷിംഗ് ദ ഗെയിം ഓഫ് ആൻഡ് ദേ ഡിഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. ലിവർപൂൾ വളരെ പ്രൊഫഷണലായിട്ട് ഗെയിം മാനേജ് ചെയ്തു. കൗണ്ടർ അറ്റാക്ക് വളരെ ക്ലിനിക്കലായിട്ട് തന്നെ കൊണ്ടുപോയി. 3 or 4 ഗോൾസ് അടിക്കാൻ പറ്റുമായിരുന്നു. അതിനിടയ്ക്ക് മാൻ സിറ്റിയുടെ ഒരു ഗോള് ഇറ്റ് വാസ് ഡിസലൗഡ്. ബട്ട് എനിവേ ആ ഗെയിം കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ദർ വാസ്, ഐ ഡോണ്ട് തിങ്ക് എനി ലിവർപൂൾ ഫാൻസ് വെയർ വറീഡ്. അതായത് അയ്യോ മാൻ സിറ്റി തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു സ്കെയറി മൊമെൻ്റ് ഒന്നും. ഐ തിങ്ക് ഓൾ ദ ലിവർപൂൾ ഫാൻസ് വെയർ റിലാക്സ്ഡ് ആ ഗെയിം കാണുമ്പോൾ. അങ്ങനെയായിരുന്നു മാൻ സിറ്റി വേഴ്സസ് ലിവർപൂൾ ഗെയിം. വേറൊരു ഗെയിം ഇന്നത്തേത് ന്യൂകാസിൽ വേഴ്സസ് നോട്ടിംഗം ഫോറസ്റ്റ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഈ മാൻ സിറ്റി വേഴ്സസ് ലിവർപൂളിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിരുന്നു. ഓക്കെ, നോട്ടിംഗം ഫോറസ്റ്റ് ആദ്യം ഒരു ഗോൾ അടിക്കുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോള് ന്യൂകാസിൽ തിരിച്ചടിക്കുന്നു. ഇറ്റ് വാസ് എ ബ്രില്യൻ ഡിസ്പ്ലേ ഓഫ് കറേജ്. ആദ്യത്തെ ആ ഗോൾ കയറി കഴിഞ്ഞ പിന്നെ ഓൾ ദ പ്ലേയേഴ്സ് റിയാക്റ്റഡ് ഫ്രം ന്യൂകാസിൽ.
even if it was a half chance, they were taking a shot. അതിലെ 2 ഗോള് ഈസാക്കിൻ്റെ വകയാണ് കോൺട്രിബ്യൂഷൻ. ഈസാക്ക് അങ്ങനെ ഹാളൻഡുമായിട്ട് ലെവലായിരിക്കുകയാണ് ഗോൾ ടാലിയിൽ. ഈസാക്ക് പെനാൽറ്റി ഇറ്റ് വാസ് അൺലക്കി ഫ്രം ഗോൾ കീപ്പർ, പെനക്കെയാണ് ചെയ്തത്. പക്ഷേ അത് ഗോൾ കീപ്പറിന് ഒന്ന് മിസ് ജഡ്ജ് ചെയ്തു. പക്ഷേ ഹി ഗോട്ട് എ ഹാൻഡ് ടു ഇറ്റ്, ബട്ട് എന്നാലും അത് അകത്തോട്ട് പോയി. സോ അവിടെ എല്ലാം കാണിക്കുന്നത് ബേസിക്കലി ഈസാക്ക് എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് പ്ലെയറിനെയാണ്. സോ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആ മാച്ച് തോറ്റിരിക്കുകയാണ്. 4-2 ആയിരുന്നു ഫൈനൽ റിസൾട്ട്. ക്രിസ് വുഡ് അത്ര ഒന്നും വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ് വുഡ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ടോപ്പ് സ്കോറേഴ്സ് ഓഫ് പ്രീമിയർ ലീഗ്. ഒന്നും അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആ ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി. വാട്ട് ഈസ് വറിയിങ് ഇസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ നെക്സ്റ്റ് ഗെയിം ആർസണലുമായിട്ടാണ്. സോ ഈ കളി തോറ്റതുകൊണ്ട് അതും അവരുടെ ഹോമിലാണ്. അതുകൊണ്ട് ആ കളി അവർ ജയിക്കാൻ 100% ശ്രമിക്കും. ആർസണലിൻ്റെ ഫോം അത്ര നല്ലതല്ലാത്തത് കൊണ്ടും പിന്നെ ഇഞ്ചുറീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് മടുത്ത്. ഓക്കെ, ഇനിയിപ്പോൾ അതൊന്നും ഇനി എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ആർസണൽ നീഡ്സ് ടു ബി മോർ പ്രൊഫഷണൽ ഗോയിങ് ഇൻ ടു ഈച്ച് ഗെയിം. ദേ നീഡ് ടു ബി മോർ ക്രിയേറ്റീവ്. ദേ നീഡ് ടു ബി മോർ ഡയറക്റ്റ് ലൈക്ക് ന്യൂ കാസിൽ. ആ ന്യൂ കാസിൽ ഗെയിം കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വൈ ആർസണൽ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ആർസണൽ എപ്പോഴും സൈഡ് വേസ് പാസിങ് ആണ്. നോ പ്ലെയർ ഈസ് ടേക്കിംഗ് ദാറ്റ് ഷോട്ട്. ആ മാൻ സിറ്റി ഗെയിമുമായിട്ട് പാർട്ടയുടെ സെക്കൻഡ് ഗോള് ഒരു ഷോട്ട് എടുക്കുന്നത് ഫ്രം ഔട്ട്സൈഡ് ദ ബോക്സ്. ആ ഗോൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കറേജ്. അങ്ങനത്തെ ഒരു ഷോട്ട് പോലും ആർസണൽ പ്ലേയേഴ്സ് എടുക്കുന്നില്ല. സോ അങ്ങനെ ഒരുപാട് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉള്ള ഒരു ടീമാണ് ആർസണൽ. സോ ആർട്ടേറ്റ നീഡ്സ് ടു ഡു സംതിങ് ടു പുള്ളി പണ്ട് ട്യൂബ്ലൈറ്റ് കാണിച്ചതിൻ്റെ കൂട്ടും മറ്റേ ഫോട്ടോഗ്രാഫറിനെ കൊണ്ടുവന്ന് ടീമിനോട് ടോക്ക് ചെയ്തതിൻ്റെ കൂട്ടും വല്ല ഇന്നോവേറ്റീവായിട്ട് ചെയ്യേണ്ടി വരും ഈ പ്ലെയേഴ്സിൻ്റെ മൊറാലൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ. സോ ലെറ്റ്സ് സീ. എന്തായാലും ഫോർ മീ ദ ടൈറ്റിൽ ഈസ് ഓവർ. ഇറ്റ്സ് ഇൻ ലിവർപൂൾസ് ഹാൻഡ്. കാരണം ഇതൊരു ടഫ് ചാലഞ്ച് ആയിരുന്നു ലിവർപൂളിന്. ആൻഡ് ദേ പ്രൂവ് ദാറ്റ് they want this Premier League more than anything, and they are not going to mess it up again, because this was a game that could have easily gone in a wrong way, but they controlled it very well. Thank you so much for watching. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് അടിക്കുക. ഇതുപോലെ കൂടുതൽ കോണ്ടന്റ്സുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.